നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ തയ്യാറെടുത്തു ബി.ജെ.പി. ആകെ 100 സീറ്റാണ് തങ്ങൾക്കുള്ളത്. അതിൽ പ്രമുഖരായ വ്യക്തികളെ തന്നെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ അണിയറയിൽ നീക്കം നടക്കുന്നതും. കോർപ്പറേഷൻ ഭരണം പിടിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ബി.ജെ.പി. ആകട്ടെ കൂടുതൽ ചർച്ചാ വിഷയമാവുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ 2020 മുന്നണിയാകട്ടെ ബി.ജെ.പിക്കൊപ്പം ചേർന്നതിൽ കൂടുതൽ ഊർജം പകരാൻ അവർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വോട്ടുകൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പോക്കറ്റിലേക്ക് കൂടുതൽ വോട്ടുകൾ വീഴാൻ തക്കതായ രീതിയിലേക്കുള്ള നേട്ടമാണ് ബി.ജെ.പി. അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. കേരളം മുഴുവനായി തന്നെ പിടിക്കാൻ തങ്ങൾക്ക് കഴിയുമെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും അവിടെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഒരു അടിത്തറ പാകാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോർപ്പറേഷനിലെ വിജയമാകട്ടെ രാജ്യവ്യാപക ചർച്ചയായി മാറുകയാണിപ്പോൾ. മാത്രമല്ല ഇത് കൂടുതൽ വിജയ സാധ്യത തങ്ങൾക്കുണ്ടാകാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ പുത്തൻ തന്ത്രങ്ങളാണ് ബി.ജെ.പി. പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ അത് അവിടെ പരീക്ഷിക്കാൻ അവർ ഒരുങ്ങുന്നത്. കേരളമാകെയുള്ള ഒരു തങ്ങൾക്കൊരു വിജയം അല്ലെങ്കിൽ കേരളത്തിനെ മുഴുവനായി തന്നെ ഇളക്കി മറിക്കാനല്ല തങ്ങൾ നോക്കുന്നത്. എന്നാൽ വോട്ട് ബാങ്ക് ഉള്ളതും വിജയ സാധ്യത ഉള്ളതുമായ മേഖലകളിൽ ഊന്നൽ നൽകാനാണ് തീരുമാനമെന്നും ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം മേഖലയിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ദേശീയ നേതാക്കൾ ഉടനെ എത്തുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല പ്രധാന ഘടകകക്ഷിയായ BDJS-ന് 30ഓളം സീറ്റുകൾ നൽകിയേക്കും. 10 സീറ്റ് 2020 ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും നൽകും. അതേപോലെ തന്നെ SNDP യോഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ BDJS മുന്തിയ പരിഗണന നൽകുമെന്നതാണ് ബി.ജെ.പി. നിലപാടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 100 സീറ്റിൽ പൊതുപ്രസക്തരായ വ്യക്തികളെ ഉൾപ്പെടെ തന്നെ ബി.ജെ.പി. ഇപ്പോൾ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ വിനോദ് ധാവ്ഡെ ആകട്ടെ അടുത്ത ദിവസം തന്നെ ഇവിടെ കേരളത്തിലേക്ക് എത്തുമെന്നും അറിയാൻ സാധിക്കുന്നു. ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ ആകട്ടെ ഫെബ്രുവരി ആദ്യവാരം തന്നെ അദ്ദേഹവും ഈ പ്രചരണത്തിനായി തന്നെ എത്തും. തിരുവനന്തപുരത്ത് വലിയ നേട്ടം ഉണ്ടാക്കാൻ ആകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തിന്റെ നഗരമേഖലകൾ ആലപ്പുഴ, പത്തനംതിട്ട, ആറന്മുള, പൂഞ്ഞാർ, പാല, കാഞ്ഞിരപ്പള്ളി, തൃപ്പൂണിത്തറ, എറണാകുളം ജില്ലയിൽ എല്ലാം തന്നെ 2020ക്ക് വളരെയധികം സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. തൃശൂർ, കൊടുങ്ങല്ലൂർ, പാലക്കാട് ടൗൺ, ഷൊർണൂർ, കോഴിക്കോട് നഗരപ്രദേശങ്ങൾ, തലശ്ശേരി, മഞ്ചേശ്വരം തുടങ്ങി തന്നെ ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് ബി.ജെ.പിക്ക് എന്നതാണ് ഇവർ കരുതപ്പെടുന്നത്. അത് ആയതിനാൽ തന്നെ ഈ സ്ഥലങ്ങളിൽ കൂടുതലായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. അതേസമയം കോൺഗ്രസും അണിയറയിൽ വലിയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അരയും തലയും മുറുക്കി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രംഗത്തുള്ളത്. ഇത്തവണയും തങ്ങൾക്ക് ഭരണം നഷ്ടമാകാതിരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് വേണ്ട ഉപദേശങ്ങൾ അവർ നൽകാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന തർക്കങ്ങൾ കോൺഗ്രസിൽ അവസാനിപ്പിക്കണമെന്നും അതിൽ തന്റെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ആരാണെന്ന തർക്കങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാകണം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ എന്ന ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി ആരെന്ന തർക്കം ഒരു കാരണവശാൽ പോലും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന പ്രധാന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന തീരുമാനം അത് കൈക്കൊള്ളാൻ കോൺഗ്രസിന് അതിൻ്റെതായ രീതികളും സമയവും ഉണ്ട് എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നേതാക്കളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.